أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. صدق الله مولانا العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. اللهم صل وسلم وبارك عليه وصل على جميع الأنبياء والمرسلين وعلى ملائكتك الكرام أجمعين. ഈ മഹത്തായ വാദി ഇർഫാൻ സംസ്ഥയുടെ ശില്പിയും ഞങ്ങളെ ആത്മീയ നേതാവുമായ അഭിവന്യരായ സയ്യിദ് അവർകൾ, എവിടത്തെ മുദരിസ് ഉസ്താദ്, ഏറ്റവും ബഹുമാനം നിറഞ്ഞ യാക്കൂബ് ഉസ്താദ്, സഖാഫി ഉസ്താദ്, മറ്റു ഉമറ നേതാക്കൾ, വളരെ സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, മോമിനീങ്ങൾ, ഉമ്മബെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഒരുമിച്ചു കൂടിയതും ചെൽഡതും കേൾക്കടതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി ഞങ്ങൾ എന്നിട്ട് സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മാഫ് ചെയ്തു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, ഞങ്ങളെല്ലാവരും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ദച്ചിട്ടിന് ആൽമറായിട്ട് കിട ചെമ്മ നേരെ ഇനി വാല് ചൊന്നിട്ടു നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നതാണ് ഇഷ്ടപ്പെടില്ല. കാലാവസ്ഥ ഞങ്ങൾക്ക്
തെല്ല് പ്രതികൂലായിട്ട് ബാധിക്കുന്നുണ്ടായെങ്കും അതെന്തും കണക്കിലെടുക്കാണ്ട് ഈ മഹത്തായ മജ്ലിസിൽ അതുപോലെ മഹാനായ സയ്യിദ് അവറുകളെ സ്നേഹിച്ചിട്ട് കൂടെ ബന്ധങ്ങ ആയത്ര വേഗനങ്ങ തിരിച്ചു പോകണു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവണം. അതുകൊണ്ട് ദീർഘമായി ഓരോ പ്രഭാഷണ ഈ സമയത്ത് ഉദ്ദേശിക്കില്ലേ. ആയെങ്കും ബറക്കത്തുൽ ബയാനായിട്ട് ഇൽമുടെ മജ്ലിസ് വലിയ ബഹുമാനല്ലേ. അതുകൊണ്ട് വലിയ വിഷയം മാത്രം ചൊന്നിട്ടു നാൻ എന്റെ പലക്കത്തെ നിപ്പാട്ട്. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹി, ആ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുടെ തിങ്കളായിട്ട് ഈ തിങ്കൾ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു റജബ് മാസത്തിൽ ജനിച്ചിട്ട് ഹിജ്റ 512, റജബ് മാസത്തിൽ ജനിച്ചിട്ട് ഹിജ്റ 578, ജുമാദിൽ ഊല 12 കായിട്ടിക്കട് ഈ ലോകത്തെ വഫാത്തായി പോയ ബതാഇഹ് ചൊല്ലുടെ ഇറാഖിലായിട്ടിക്കട് മഹാനവരുടെ ജനനം. വഫാത്ത് ഇറാഖിലെ ഉമ്മു അബീദ ചൊല്ലുടെ റായത്തായിട്ട്. ആ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ കൂട്ടത്തിൽ ബാക്കി ഔലിയാക്കളെ പോലെ അല്ല. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുടെ ബഹുമാനവും മഹത്വവും ചൊല്ലുന്ന കിതാബ് എടുത്തു നോക്കിയിട്ടായെങ്കിൽ ആ റിഫാഇ ശൈഖുടെ ഏറ്റവും വലിയ ത്വരീഖത്തും ഏറ്റവും വലിയ വിഷയവും സാധുക്കളെ പാവപ്പെട്ട ആൽമാരെ സഹായിക്കടെ അങ്ക് ഹെൽപ്പാക്കടെ ചൊല്ലതായിട്ട്. ആ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുടെ റാത്തീബിയുടെ മജ്ലിസിൽ വന്ന് വെച്ചിട്ട് മഹാനവറുകൾ പതിവായി ചൊന്നുകൊണ്ടിരുന്ന റാത്തീബാത്തങ്ങ ചൊന്നിട്ട് കൈനീട്ടിയിട്ടായെങ്കിൽ മുട്ടുകുത്തിയിട്ട് നിന്നിട്ട് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുടെ നേരെ വിളിച്ചിട്ട് ദുആ ചെയ്തിട്ടായെങ്കിൽ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഉത്തരം തരാണ്ടിക്കോ. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുടെ ത്വരീഖത്തെ സഹായിക്കട ത്വരീഖത്തെ പാവപ്പെട്ടങ്ങളെ സഹായിക്കണം. അത് ഏത് മനുഷ്യായെങ്കും മനുഷ്യേതര ജീവിയായെങ്കും അവന്റെ സഹായിക്കടെ ചൊല്ലതായിട്ട് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുടെ ത്വരീഖത്ത്. ആ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്, സയ്യിദാണ്. തങ്ങളായിട്ട് അശികുടയോവൻ ഏകല്ലരുളാലെ അശിംബ ഹാശിംബനിഗീള തന്നിൽ ഫിറന്നോവർ. ഹാശിം ബനിഗിള തന്നിൽ ഫിറന്നോവർ. ഹാശിം കുടുംബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20ാമത്തെ പുള്ളിയായിട്ട് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ആ ഹസൻ റളിയല്ലാഹു അൻഹുടെ കുടുംബ പരമ്പരയിൽ ജനിച്ചു പണ്ട മഹാനായിട്ട് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ആ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുടെ കുടുംബത്തിൽപ്പെട്ട 4ാമത്തെ ഉപ്പാപ്പ ബോബ റിഫാഇ ചൊല്ലുടെ പേരുള്ള ആളായിട്ട്. അതുകൊണ്ട് തന്നെ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുടെ ത്വരീഖത്തിക്ക് റിഫാഇ എന്ന പേര് കിട്ടിയ മഹാന്മാർ ചൊല്ലുന്നു. റിഫാഇ ചൊല്ലുന്ന ഒരു ബോബ 4ാമത്തെ ബോബ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുടെ ബോബായിട്ട്. ആ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അങ്ങനെ നോക്കിയിട്ടായെങ്കിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാൻ. ഇവിടെ അൽഹംദുലില്ലാഹ് ഈ മജ്ലിസ് വലിയ ധന്യമായ ഒരു മജ്ലിസായിട്ട്. ഒന്നാമത്തേത് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുടെ പേരുള്ള മജ്ലിസ്.
രണ്ടാമത്തത് ഈ മജ്ലിസിಗೆ നായകത്വ കൊടുക്കുന്നത് ഒരു അഹ്ലു ബൈത്തായിട്ട് കിട് സയ്യിദായിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇൽസമൂ മവദ്ദതനാ അഹ്ലൽ ബൈത്ത് ഞങ്ങളൊട്ടുകൊല്ല പിർസ അഹ്ലു ബൈത്തിലൊട്ടുകൊല്ല പിർസ നിങ്ങ ബുടണ്ട അഹ്ലു ബൈത്ര നിങ്ങ ഗട്ടിയായി പിടിക്കൊറോ ഫഇന്നഹു മൻ ലഖിയല്ലാഹ ആഖിറത്തിൽ വെച്ച് ഒരാൾ അല്ലാഹുടെ കണ്ടത് അതേ വഹുവ യവദ്ദുനാ അഹ്ലൽ ബൈത്ത് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കറവനായിട്ട് അഹ്ലു ബൈത്തിനെ ആദരിക്കറവനായിട്ട് അല്ലാഹുടെ ഒരാൾ കണ്ടുമുട്ടിയേണ്ടായെങ്കിൽ ദഖലൽ ജന്നത ബിശഫാഅതിനാ ഞങ്ങളെ ശഫാഅത്ത് കൊണ്ട് അവന് സ്വർഗ്ഗത്തിൽ കടക്കുവാ അഹ്ലു ബൈത്തിനെ പിർസ വെച്ചേണ്ടായെങ്കിൽ ആ മനുഷ്യ അഹ്ലു ബൈത്തിനെ ശഫാഅത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നിട്ട് ചൊല്ലു വല്ലദീ നഫ്സി ബിയദിഹി അല്ലാഹു ആയിട്ടിക്കട് സത്യ വലാ യന്തഫിഉ അബ്ദുൻ ബിഅമലിഹി ഇല്ലാ ബിമഅരിഫത്തി ഹഖിനാ ഒരു മനുഷ്യ ചെയ്ത അമലും സൽക്കർമ്മവും ഉപകാരത്തിന് ബറാല ഇല്ലാ ബിമഅരിഫത്തി ഹഖിനാ അഹ്ലു ബൈത്തിലെ അവകാശങ്ങൾ ഹക്ക് എന്തിനായിട്ട് മനസ്സിലാക്കിയിട്ട് ആ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കരുത്തോളം നിങ്ങളെ ഒരു അമലും ഉപകാരത്തിന് ബണ്ടില്ല. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ധാരാളം നൽകാര്യങ്ങൾ ചെയ്യട, നല്ല ഇബാദത്ത് ചെയ്യട, നിസ്കരിക്കട, നോമ്പ് പിടിക്കട, സ്വതക്കവും സകാത്തും നിങ്ങൾ കൊടുക്കട. ഏത് അമലും സ്വീകരിക്കപ്പെടണോണ്ടായെങ്കിൽ, ഏത് അമലും ഉപകാരത്തിന് പറഞ്ഞോണ്ടായെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത് നിങ്ങ അഹ്ലു ബൈത്തിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ അമല് ഉപകാരപ്പെടൂ. അഹ്ലു ബൈത്തിനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ അവകാശം അങ്ങനെ ബഹുമാനിക്കണ രീതിയിൽ ബഹുമാനിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ അമലുകൾ ഏത് അമലും അല്ലാഹു സ്വീകരിക്കട്ടെ, അത് ഉപകാരപ്പെടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ ബഹുമാന വലിയ ബഹുമാനായിട്ട് ഇവിടെ ചൊന്നെങ്കിൽ ഇപ്പൊ തീരാല. ആ അഹ്ലു ബൈത്തിനെ ബഹുമാന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു മഅരിഫത്തു ആലി മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ മനസ്സിലാക്കട ചൊല്ലത് ബറാഅത്തും മിനന്നാർ, അത് നരകത്തിൽ നിന്ന് മോചന കിട്ടുള്ളൊരു തെരുവായിട്ടിക്കട്. അതുപോലെ തന്നെ വഹുബ്ബു ആലി മുഹമ്മദി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ സ്നേഹിക്കടത് ജവാസുൻ അലസ്സിറാത്ത്, സിറാത്തുൽ മുസ്തഖീം ജല്ല പാലത്തെ മേൽ കടക്കുള്ളൊരു തെരുവായിട്ടിക്കട്. والولاية لآل محمد أمان من العذاب. അഹ്ലു ബൈത്തിനെ അങ്ങനെ മുട്ടാക്കിടത്, അങ്ങനെ മുട്ട നങ്ങ വന്ന് ദയിക്കരുത്. അമാനും മിനൽ അദാബ്, അത് അല്ലാഹുടെ അദാബിൽ നിന്ന് രക്ഷ കിട്ടുകൊള്ളൊരു തെറു ചൊന്നിട്ടോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പൊ അതുകൊണ്ട് ഏതായാലും അഹ്ലു ബൈത്തിനെ സ്നേഹിക്കൽ നിർബന്ധമായിട്ടിക്കട്, അതിൽ സംശയമില്ല. ആ അഹ്ലു ബൈത്ത് വലിയ ബറക്കത്തുള്ളങ്ങായതുകൊണ്ട് മുൻഗാമികളായ സാലിഹീങ്ങൾ അഹ്ലു ബൈത്തിനെ നല്ല സ്നേഹിച്ചിററ്. സുബ്ഹാനല്ലാഹ്, അഞ്ചാമത്തെ ഖലീഫ ചൊല്ലിന്റെ പേരിൽ അറിയപ്പെട്ട മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നു അബ്ദുൽ
അസീസ് റളിയല്ലാഹു അൻഹു അധികാര ഏറ്റെടുത്തപ്പോ ഒരാവശ്യത്തിന് വേനായിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു പണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹുവിന്റെ മോനായിട്ട് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാൻ അബ്ദുല്ലാഹി ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഇദാ കാനത് ലക ഹാജത്തുൻ ഫഅർസിൽ ഇലയ്യ അവിക്തുബ്. ഓ അബ്ദുല്ലാഹി ഇബ്നു ഹസൻ തങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും അഗത്യ വന്നേട്ടായെങ്കിൽ നിങ്ങ നണ്ടമുട്ട പറണ്ട, നിങ്ങ നണ്ടമുട്ട പറണ്ട. നിങ്ങ അഹ്ലു ബൈത്തല്ലേ, നിങ്ങ തങ്ങളല്ലേ. അതുകൊണ്ട് നിങ്ങ ആരെങ്കിലും ആലെ കടത്തിയെങ്കിൽ മയി, അഥവാ നിങ്ങ ഒരു ലെറ്റർ നക്ക് കടത്തിയെങ്കിൽ മയി. കാരണം ഫഇന്നി അസ്തഹി മിനല്ലാഹി അൻ യറാക അലാ ബാബി. നിങ്ങ നന്റെ ബായൽ വന്നിട്ട് നിന്നിട്ട് നന്റെ കാത്തു നിക്കരുത്. നാണ് അല്ലാഹുര മുട്ട ചങ്ക്യാക്കിടേ നക്ക് ചങ്ക്യാവോടൂ. അതുകൊണ്ട് ഒരു അഹ്ലു ബൈത്തും നന്റെ ബായൽ വന്നിട്ട് കാത്തു നിക്കുക തീറാ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അന്നു ചൊല്ലതായിട്ട് അഹ്ലു ബൈത്തിനെ അത്രമാത്രം ബഹുമാനിക്കും. അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുക സാധ്യതയുള്ളൂ. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, ആ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഒരു നാല് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കാണാൻ പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കണ്ടിട്ട് കൈ പിടിച്ചിട്ട് ചൊന്തു, ഇബ്നു അബ്ബാസ് നിങ്ങ നക്കമേനായിട്ട് ദ്വാരക്കണോ, നിങ്ങ നക്കമേനായിട്ട് ദ്വാരക്കണോ ചൊന്നിട്ടു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുടെ ഒരു തെല്ല് ഗട്ടി രൂപത്തില് ഗട്ടി പിടിച്ചിട്ട് ചൊന്തു, ഇത് നിന്റെ ആഖിറത്തിൽ നെനപ്പാവുകമേനായിട്ട് നാ പിടിച്ചതായിട്ട് കിട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കേക്കറ നന്റെ ദുആത്തിക്ക് ഉത്തരവുണ്ടാ, നന്റെ ദുആത്തിക്ക് ഇജാബത്ത് കിട്ടുവാ. ആ സമയത്ത് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുടെ ഉത്തര ലൈസ അഹദും മിൻ അഹ്ലി ബൈത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ വലഹു ശഫാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഏതൊരു തങ്ങായെങ്കോ ആ തങ്ങന്മാർക്ക് ശഫാഅത്താക്കുള്ള അധികാരം അല്ലാഹു കൊടുക്കുടാ. ആ തങ്ങന്മാർക്ക് അല്ലാഹു തആല ശഫാഅത്ര പവർ കൊടുക്കുടാ. അത് വലിയ ബറക്കത്തുള്ള കുടുംബമാണ്. എന്റെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ എത്ര ബഹുമാനാ. അങ്ങനെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു അംശം ഉണ്ടല്ലേ, അവരഷ്റഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിലും മുതിർന്നവരാണ് മുത്തും രത്നമാ. അവരഷ്റഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം രക്തമായിട്ട് ചോരായിട്ട് ഞങ്ങളുടെ ശരീരത്തിലുള്ളത്, അതിലും മുതിർന്നവരാണ് മുത്തും രത്നമാ. അങ്ങ് മുത്തുകളും രത്നങ്ങളെ പോലെ മുത്തുരത്നത്തെ പോലെ അതിരക്കാണ് അപ്പറായിട്ടിക്കട് ചൊന്നിട്ടോ മഹാന്മാര് ഞങ്ങളെ പാടി പാട്ടിയാറ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചൊന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കുടുംബ അഹ്ലു ബൈത്ത് ചൊല്ലത് അത്ര വലിയ പവറിന് ആൽമാറായിട്ട് അങ്ങക്ക് എല്ലാവർക്കും ശഫാഅത്തിന്റെ അധികാരം അങ്ങക്ക് അങ്ങളെ കുടുംബത്തിന് അല്ലാഹു വലിയ ബറക്കത്ത് കൊടുത്തറാ. കാരണം അങ്ങനെ ആ കുടുംബത്തെ തടിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാഗ അല്ലാഹുവിന്റെ റസൂലുമായിട്ട് ഒരു ടച്ച് ഉണ്ടെങ്കിൽ അത് വലിയ ബറക്കത്തല്ലേ സഹോദരങ്ങളെ. നിങ്ങൾ നോക്കറോ, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിങ്ങൾ പോയെങ്കിൽ മക്കത്ത് പോയ കൊമ്പണ്ട് ഒരു തണ്ണിയുണ്ട് സംസം അല്ലേ. മക്ക ചൊല്ലറായ നിങ്ങൾക്ക് ഗൊന്തുണ്ട്. മക്ക ചൊല്ലറായ ചെന്നെങ്കിൽ ഫുള്ള് പാത കല്ല് മാത്രം, മണ്ണ് ചൊല്ലാൻ ശൈലം
കല്ലേ കല്ല്, വേറെന്തും ഇല്ല. സുബ്ഹാനല്ലാഹ്. ആ കല്ലുടെ ഇടയില് പണ്ട് ഒരു തണ്ണിയായിട്ട് സംസം ചൊല്ലുന്ന തണ്ണി. ആ തണ്ണിയുടെ ബഹുമാനത്തിന്റെ ബറക്കത്ത് എത്ര പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എത്രമാ കോട്ടിക്കണക്കാൽമാർ അതിരെ കുടിക്കിടറ്, അതിരെ എല്ലാത്തുക്കും യൂസാക്കിടറ്. എത്രമാ കോട്ടിക്കട്ടിലെ ആൽമാർ ഓരോ റായത്തുക അതിരെ എടുത്തോ പോണ്ടറ്. പക്ഷേ ആ തണ്ണി തീരാതെ തീരില്ല, എത്ര എടുത്തെങ്കിലും തീരില്ല. സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ റായത്ത് ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇണ്ട് മല ബന്ധ. ഇപ്പൊ മല ബന്ധിലെ കുറെ ആൽമാർ ഇപ്പമേ ചൊല്ലോ സുറുവാക്കിയത്. തണ്ണിയില്ല, കിണറ്റില് തണ്ണി അടിക്ക് പോയിട്ടായിട്ട് അല്ലേ. ഞങ്ങളെ റായത്തില് മലബറണായ വർഷത്തിൽ മലമാത്ത് വന്നില്ലെങ്കിൽ പിന്നെ തണ്ണിയില്ല. തണ്ണി കിട്ടില്ല. കഴിഞ്ഞ മലബണ്ടേക്ക് മുന്നുള്ള എത്ര പ്രയാസമായിട്ട് ഓരോ റായത്തെ മോമിനികൾ മനുഷ്യന്മാർ അനുഭവിച്ചു. മല വന്നില്ലെങ്കിൽ തണ്ണിയില്ല. പക്ഷേ മക്കത്തുൽ മുകർറമയിലുള്ള സംസം ചൊല്ലുന്ന തണ്ണിയുണ്ടല്ലേ, അതൊക്കെ മലയുടെ ആവശ്യമില്ല. മക്കത്തില് മലബണ്ടേതുമാര് കൊറടിയല്ലേ, അവിടെ അങ്ങനെ മലബണ്ട വിഷയിക്കില്ല. എന്നിട്ട് പോലും ആ തണ്ണി സംസം ചൊല്ലത് തീരില്ല കേട്ടോ. എന്താ അതിര കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ പാദ കൊണ്ട് അനുഗ്രഹീതമായ തണ്ണിയല്ലേ അത്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധമുള്ള ഒരു തണ്ണിയായതുകൊണ്ടോ ആ തണ്ണിക്ക് അവസാനമില്ല, അത് തീരില്ല കേട്ടോ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തും ബറക്കത്തുണ്ടോ? അവിടുത്തെ അഹ്ലു ബൈത്ത്ക്ക് ബറക്കത്തുണ്ടോ? അതുകൊണ്ടാണ് ഇമാമിങ്ങളായ ഇമാമിങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ, അതേ സുഹൃത്തുക്കളെ, ശഫാഅത്ത് കൊണ്ട് തേടിയത്, ശാഫി ഇമാം റളിയല്ലാഹു അൻഹു തേടിയത് അതുകൊണ്ടാണ്. അതുപോലെ ഒരുപാട് ഇമാമിങ്ങള് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ അങ്ങ് എതിരുൽ വെച്ചത് ആ അഹ്ലു ബൈത്ത് ചെറിയ പവറല്ല. ആ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായ അഹ്മദുൽ കബീർ റിഫായി, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനായിട്ടിക്കട്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്ത്, അഹ്ലു ബൈത്തിനെ നിഷേധിച്ചെങ്കിൽ എന്താവും? അഹ്ലു ബൈത്തിനെ ബലവെക്കാണ്ട് വെച്ചെങ്കിൽ എന്താവും? സുബ്ഹാനല്ലാഹ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുടെ കാലത്ത് രാഷ്ട്രത്തെ കാവൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുടൊട്ടുകോ തെല്ല് വെറുപ്പുണ്ടായി. എന്തിക്ക് വെറുപ്പുണ്ടായ? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പെരോത്തലായിട്ട് ആൽമാരെല്ലാം കൂടിയോണ്ടുള്ള ഈ പോലീസ് അധികാരത്തോ ഭരണാധികാരിയുടെ ആൽമാർ കേറാക്കില്ല. അങ്ങനെ തങ്ങളെ ഈ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പെരോത്തലോ ആൽമാർ ഇങ്ങനെ കൂടിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇണ്ടും അങ്ങനത്തെ അസൂയാൽമാറുള്ള ചിലരായത്തെ ഉസ്താദുമാർ സ്വർത്തക്ക് ഡ്യൂട്ടിക്ക് നിന്നിട്ടിരിക്കുമ്പോ എല്ലാ ആൽമാരും അങ്ങനെ പെരോത്തല് കൂടിയിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ആക്കിട്ട് നിൽക്കുമ്പോ ആർക്കാ ഓർത്ത ജണ്ട അവന്റെ നിലവില പോണ്ട് ചൊന്നിട്ടോ അവന് ഈ ഉസ്താദിനെ എങ്ങനെങ്കിലും ഓർപ്പാടൊക്കെ വേണമായിട്ടുള്ള ശ്രമം നടത്തണം. ഇണ്ടും ആ വസ്വാസും ഫിത്നയും അത് മുന്നോട്ട് പോയോണ്ടുണ്ട്. ഇക്കട്ടെ നാണിപ്പോ അതിക്ക് പോണ്ടില്ല. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആൽമാർ ഇങ്ങനെ ബഹുമാനിക്കുന്നത് കണ്ടപ്പോ ഈ ഭരണാധികാരിക്ക് വെറുപ്പായി. അയാൾ ചൊന്നു ഇന്നഹു ലൈസ മിൻ അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അഹ്മദുൽ കബീർ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളല്ല, സയ്യിദല്ല.
ഇതങ്ങ് ചൊന്നപ്പോ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുടെ ആൽമാർ ആ മനുഷ്യരെ പിടിച്ചിട്ട് അയാളെ അതാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുടെ എതിർലോ ഹാജരാക്കുക പ്രയത്നിച്ചാർ. ആ സമയത്ത് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചൊല്ലത് നന്റെ പിരിസബൈക്കിടാറും അയാളെ തൊടണ്ട, നന്റെ മഹബത്ത് വൈക്കിടാൽമാറാറും അയാളെ തൊടകു പോകണ്ട. സുബ്ഹാനല്ലാഹ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഇത് ചൊന്നു. പക്ഷേ കൊറിയ നാല് കലിയുമ്പോ ഒരു നാല് സുബൈക്ക് ഈ പോലീസ് അധികാരി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുടെ ബായല് കണ്ട് ആ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുടെ എതിർല കണ്ടപ്പോ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ മനുഷ്യരൊട്ടുക എടുത്ത് എന്നെ നിങ്ങളുടെ പറകുള്ള കാരണ ആ സമയത്ത് ആ മനുഷ്യ ചൊല്ലോ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ, ഇന്നി റഅയ്തു ഫിൽ മനാമി അന്നൽ ഖിയാമ ഖദ് ഖാമത്. ഞാൻ ഇന്നലെ ജാവറു കിനാവ് കണ്ട് ആ കിനാവുൽ നിന്ദ്ര ഗൊന്തുണ്ട അന്നൽ ഖിയാമത ഖദ് ഖാമത്. ഖിയാമത്ത് നാളായ കിനാവായിട്ടിക്കണ ഞാൻ കണ്ടത്. ആ ഖിയാമത്ത് നാളായപ്പോ മഹ്ശറത്തല് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ഉയർന്ന മേലുള്ള ജാഗല നിന്നിട്ട് നാ കണ്ട്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലുടെ മോളല്ലേ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ എല്ലാ മഹദിമാരെയും നേതാവല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നാണ് ഓടിപ്പോയേ ഫാത്തിമ ബീവിരമുട്ട, ഫാത്തിമ ബീവിരമുട്ട ഓടിപ്പോയിട്ട് നാ ചൊന്ന് ശഫീലി യാ ഫാത്തിമ, ഓ ഫാത്തിമ ബീവിയെ നക്ക് ശഫാഅത്താ കൊറോ, നക്ക് തെല്ല റെക്കമെൻഡാ കൊറോ, നക്ക് ശഫാഅത്താ കൊറോ, നന്റെ സഹായിക്കൊറോ. ആറ് ചൊല്ലി പോലീസ് അധികാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളല്ല അഹ്മദുൽ കബീർ റിഫായി ചൊന്നു. ഇയാള് ഫാത്തിമ ബീവിനൊട്ടുക ചൊല്ലോ നക്ക് ശഫാഅത്താ കൊറോ ഫാത്തിമ. ഫഅദ്ബറത് ഫാത്തിമതു അന്നി, നാടിത് ചൊന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുഖ തിരിച്ചു കളഞ്ഞിട്ട് നണ്ട നോക്കിയില്ല. നണ്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നോക്കിയില്ല. അപ്പറമുകയിട്ടിട്ട് അവിടെ കൂടിയ ആൽമാറൊട്ടുകോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലോ അജബൽ ലിഹാദൽ മർഇ, ഈ മനുഷ്യ എത്ര അത്ഭുതകരമായ മനുഷ്യ. യഖൂലു ലീ ശഫീലി, നക്ക് ശഫാഅത്താക്കണോട്ട് നണ്ടൊട്ട് കേട്ടോണ്ടുണ്ട് ഈ മനുഷ്യ. പക്ഷേ വഹുവ യജ്ഹദു നസബ വലദി, നന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട അഹ്മദുൽ കബീർ റിഫായിയുടെ നന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ലാണ്ട് ആള് വാദിച്ചോണ്ടുണ്ട്, നിഷേധിച്ചോണ്ടുണ്ടോ. ഫകൈഫ അന അശ്ഫഉ ലഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ കൂടി ആൽമാറൊട്ടുക ചൊല്ലു, ഈ മനുഷ്യ ഉണ്ടല്ലോ വഹു യജ്ഹദു നസബ വലദി, നന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഈ അഹ്മദുൽ കബീർ റിഫായിയുടെ നന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ലാണ്ട് ചൊന്നോണ്ടുണ്ട്, അഹ്ലു ബൈത്ത് അല്ലാണ്ട്. ഫകൈഫ അശ്ഫഉ ലഹു, ഞാൻ എങ്ങനെ ആൾക്ക് ശഫാഅത്ത് ചെയ്യട്ടെ, നാണില്ല. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്ത് അല്ലാണ്ട് ചൊന്നപ്പോ ഫാത്തിമ ബീവിയുടെ ശഫാഅത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ശഫാഅത്ത് വേണം.
അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് വേണം. ആ മുത്തുനബി തങ്ങളെ കുടുംബത്തെ സ്നേഹിച്ചേ പറ്റൂ. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ത്വരീഖത്ത് നാന്നു പാട്ട് ചെന്ന പോലെ ജനങ്ങൾക്ക് സേവയാക്കിട ത്വരീഖത്ത്. വളരെ നല്ല സൽസ്വഭാവമുള്ള മഹാൻ, നല്ല സ്വഭാവ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആരൊട്ടും വെറുപ്പില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഖൂലൂ ലിന്നാസി ഹുസ്നാ. ആൽമാരൊട്ടും നല്ല നിലക്ക് പെരുമാറണം, നല്ല പലക്ക ചൊല്ലണോണ്ടല്ലേ. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്ത് ആൽമാരൊട്ടും നല്ല സൽസ്വഭാവത്തിൽ പെരുമാറിയതായിട്ടിക്കണ്. സഹോദരങ്ങളെ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിക്ക് വന്നെങ്ങ മയ്യാവലെ നാണും നിങ്ങളും ഞങ്ങൾ എല്ലാവരും തങ്ങളെ കൈമുടിച്ച് പിടിച്ചു മുത്തിയത് കൊണ്ടായില്ല, അഥവാ നിസ്കരിച്ചത് കൊണ്ടായില്ല. ആ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുയുടെ ത്വരീഖത്ത് അഥവാ ജനങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്ന ആ ത്വരീഖത്ത് ഞങ്ങൾ സ്വീകരിക്കും. ആ സ്നേഹ ചൊല്ലത് എല്ലാ ആൽമാരൊട്ടും മാതാപിതാക്കളൊട്ടുകോ നല്ല സ്നേഹ, മക്കളൊട്ടുകു നല്ല പിർസ്, പെഞ്ഞായിമാരൊട്ടുകു നല്ല സ്വഭാവം, ഉസ്താദുമാരൊട്ടുകു നല്ല പെരുമാറ്റം, മുതല്ലിമീങ്ങളൊട്ടുകു നല്ല ബഹുമാനം, അതുപോലെ അയൽവാസി നരക്കരങ്ങളൊട്ടുകു നല്ല പിർസഭ. ഇതുമല്ല ഇന്നെങ്കിൽ മാത്രമേ ഞങ്ങളെ ജീവിതം, ഞങ്ങളെ ഇബാദത്ത് കൊണ്ട് ഫലം ലഭിക്കുകയുള്ളൂ. അസ്ഖലു ശൈഇൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ മുട്ട ഏറ്റവും അവന്റെ മീസാനിൽ ദിനുള്ള വസ്തു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം, ആ സ്വഭാവം ഞങ്ങളെ സ്വഭാവത്തിൽ ഞങ്ങളെ ഗുണത്തിൽ ഞങ്ങൾ കൊമ്പറും. സഹോദരന്മാർ, വളരെ ദീർഘമായി ചൊല്ലണമായ ഒരുപാട് വിഷയങ്ങളും ഞാനിപ്പോ അത് കണ്ടു പോണ്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നിപ്പാട്ടേ. ഒരുപാട് ഏലമുടെ വസ്തുക്കളെല്ലാം ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആരും അത് വിട്ടുപോകണ്ട. ബഹുമാനപ്പെട്ട തങ്ങളുടെ നസീഹത്തും ദുആയും ഉണ്ട്. അതുകൊണ്ട് ഇണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘമായി പലക്ക പറയില്ല. ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാണ് ചൊന്നു വന്നത് വളരെ നല്ല സ്വഭാവ ആ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവ നല്ല സ്വഭാവല്ലേ, ആരൊട്ടും വെറുപ്പില്ലാത്ത സ്വഭാവ. തന്റെ സദസ്സിൽ ഒരുമിച്ചു കൂടിയ പാലക്കാര് ചങ്ങായിമാരൊട്ടുകു ചൊല്ലട്ടാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറിയ പെൺമക്കളൊട്ടുകു പാലക്കാർത്തി പെൺമക്കളൊട്ടുകു ചൊല്ലട്ടാ. ഏറ്റവും നല്ല സ്വഭാവ കാട്ടുണായത് ഞങ്ങളെ ഉമ്മ അബ്ബറൊട്ടുകായിട്ടിക്കിട്. ഒരു എക്സ്ക്യൂസും ഇല്ലാത്ത വിഷയ മാതാപിതാക്കള്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, പാലക്കാട് മക്കളെ, ഞങ്ങളെ മാതാപിതാക്കൾ, ഉമ്മ ബാപ്പമാർ ഞങ്ങളൊട്ടുള്ള ആദരവുക ബഹുമാനത്തുക തെല്ലുപോലും പുറത്ത് വന്നെങ്കിൽ ഞങ്ങളെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല. അതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളെ മനസ്സ് നമ്പലിപ്പിക്കണ്ട, ഞങ്ങളെ മനസ്സുക നമ്പല കൊടുക്കണ്ട. ഇതെന്തിക യാറെ ഊന്തിട്ട് ചൊന്നോണ്ടുള്ള ചൊന്നിങ്ങള് ഇണ്ട്. ചില റായത്ത് ഹൈടെക്, അതേ വൃദ്ധാശ്രമങ്ങൾ ആയോണ്ടുള്ള ഒരു കാലഘട്ടമായിട്ടിക്കട്. പല കാലത്തുള്ള ഉമ്മ അബ്ബർ നോക്കൂ തീരില്ലണ്ടായെങ്കിൽ കുറെ ആൾമാർ ഞങ്ങളങ്ങ ഇല്ലണ്ടായെങ്കിലും കുറെ ആൾമാർ വൃദ്ധാശ്രമത്ത് കൊണ്ടുപോയിട്ട് ആക്കി നണ്ടറായത്തെ മുട്ടോണ്ട് ഒരു വൃദ്ധാശ്രമം. സുബ്ഹാനല്ലാഹ്, അസർഗല്ല അഞ്ഞലെ കാറിലിങ്ങനെ പോകുമ്പോ അതിന് കീഴിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. എത്ര വയസ്സിന് ആൾമാർ നോക്കുക, ആളില്ലാത്ത ആൾമാർ ഇങ്ങനെ കാത്തുകൊള്ളുക ബേനായിട്ട് വന്നിട്ട് പ്രായ ആൾമാർ കാണുമ്പോ ബേജാറാവും. സുബ്ഹാനല്ലാഹ്, അങ്ങും മക്കളുള്ളർ, അങ്ങും പെൺമക്കളുള്ളർ, ആൺമക്കളുള്ളർ. പക്ഷേ നോക്കുക ചൊന്നിട്ട് ആശ്രമത്തിൽ കൊണ്ടുപോയി വിട്ടാറ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായത്തിൽ അങ്ങനത്തെ ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. പക്ഷെ ഇണ്ടത് വ്യാപകമായിട്ട് വന്നോണ്ടുണ്ട്. എവിടെ ഉസ്താദേ വൃദ്ധാശ്രമത്തിൽ തങ്ങളെങ്ങുള്ളേ? സുബ്ഹാനല്ലാഹ്, ഇണ്ട് വൃദ്ധാശ്രമം ചെന്നെങ്കിൽ ചൊമ്മാൽമാരുള്ള ആശ്രമല്ല, ഞങ്ങളെ സ്വന്തം മുട്ട ഞങ്ങളെ റായത്തിലെ വൃദ്ധാശ്രമ. എന്തേ ബാപ്പ മൗത്തായിട്ട് ബാപ്പ ഇല്ല, ഇല്ലെങ്കിൽ ബാപ്പ ഉണ്ട്. ഓണുകോ ഗൾഫിലോ എഞ്ചിനീയർ ആയിട്ട് വലിയ ഡ്യൂട്ടിയില് വലിയ ജോബിലുള്ള സൗദിയിലാ ദുബൈയിലാ ഗൾഫിലാ വലിയ ഡ്യൂട്ടിയിലുള്ള ഓണുക്ക് ഫുഡാക്കു തീരില്ല, ഓണുക്ക് നോക്കുകാളില്ല ചൊന്നിട്ടോ ഓന്റെ പെഞ്ഞായുടെ മക്കളെയും വെളിപ്പാട്ട ഉമ്മ അബ്ബ ഇങ്ങ ചണ്ടാലതായത്ത് ബാക്കി എത്ര 100 ഗൊന്തു ഇന്നതിലുണ്ട്. 100 ചെന്നെങ്കിൽ ഞാൻ ഹാലിബാക്കി ചെന്ന ഒരു 4-5 ഗൊന്തിലുണ്ട് സഹോദരങ്ങളെ. ഉമ്മ അപ്പടെ നോക്കുക ആരുമില്ല, വയസ്സായ പെണ്ണിങ്ങ ഉമ്മ ഒപ്പവും മാത്രം. ഇങ്ങനെ വിട്ടിട്ടു ഉമ്മ അപ്പക്ക് നോക്കുക ഒരാള്. എന്ത് നീ നാളെ എത്ര ആക്കേണ്ടായെങ്കിലും വയസ്സാവുമ്പോ ഉമ്മ അപ്പക്ക് വേണമായത് നിന്റെ പൈസ അല്ല, നിന്റെ ഇറച്ചിയുടെ കറിയല്ല, നിന്റെ ഡ്രസ്സുകൾക്ക് കൊടുക്കുന്ന മിഷേനാശം ആൾമാരല്ല. ആ സമയത്ത് നിന്റെ ഉമ്മ അപ്പക്ക് വേണായത് നിന്റെ മക്കളാകുന്ന ആ പുള്ളിമാറൊട്ടുക കൂടെ കളിക്കറേ അങ്ങോട്ടുക ടൈം പാസ്സാക്കിട ആ ഒരു സന്തോളായിട്ടിക്കടെ എല്ലാ ഉമ്മ അപ്പമാരും ആഗ്രഹിക്കണത്. ഈ പുള്ളിമാരും പെഞ്ഞായി മർമോളും മോണും എവിടെ ഇല്ല. ഉമ്മ എല്ലാ സൗകര്യമുള്ള ആകാം, ബാത്റൂം ഉൽഗമേ എല്ലാ വ്യവസ്ഥ ഉണ്ട്, AC ഉണ്ട്, സ്വർത്തുകാളുണ്ട്, എല്ലാം ഉണ്ട്. എന്തിന്നിട്ട് ഉമ്മ അപ്പക്ക് എന്തിക്ക് മനസ്സമാധാന നെമ്മതി ചൊല്ലി ഉമ്മ കൊണ്ടാ. പിന്നെ നീ എന്താക്കി വെച്ചു കൊടുത്തിട്ട് എന്ത് ഫലമില്ല. എന്തെങ്കിലും 5 പൈസയുടെ മംഫഅത്ത് ഫായിദ അതുകൊണ്ട് നിനക്ക് കിട്ടുവാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മ അപ്പട അവഗണിക്കട രീതിയിൽ ഒരിക്കലും അങ്ങനെ വൃദ്ധാശ്രമത്തിലാക്കണ്ട. നീന് കെട്ടുപാട്ടിയ ചണ്ട് തട്ട നിന്റെ അകവുണ്ടല്ലേ, അത് വൃദ്ധാശ്രമായിട്ടുണ്ട്, ചേഞ്ചായിട്. നിന്റെ ഉമ്മ അബ്ബ കണ്ണീരിട്ടോള്ളാറ് നീ ഗൾഫില് സമ്പാദനാക്കിയോണ്ടുള്ള നിന്റെ ജീവിതത്തില് ബറക്കത്തില്ല കേട്ടോ. കേട്ടിട്ടില്ലേ നിങ്ങ മഹാനായ താബീങ്ങളിൽ പ്രമുഖരായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ആ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു സ്വഹാബിയായിട്ടില്ല. ഈ ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞെങ്കിൽ പിന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് സ്വഹാബത്തായിട്ട്. സ്വഹാബി അതിനൊക്കെയാണ് വലിയ പവർ, വേറെ ഇല്ല. സ്വഹാബി അവിടത്തേക്കാണ് വലിയ പവർ. പക്ഷെ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു സ്വഹാബിയായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തെ ജീവിച്ച മഹാൻ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. എവിടെ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു റായ ഖറൻ ചൊല്ലറായത്തായിട്ട് കിടുവ ഖറനിം വ ആദനിം വലാഹിഖി വസദഖ മിൻ വഹൈലതിൻ വവാസിഖി. മുതല്ലിമിനോദര അൽഫിയത്തിൽ ഖറൻ ചൊല്ലറായത്തെ സംബന്ധിച്ച് ചൊല്ലു. ആ ഖറൻ ആ റായത്തിൽപ്പെട്ട മഹാൻ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ആ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു സ്വഹാബിയായിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുമ്പോ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചൊന്തു, യാ ഉമർ. വലിയ സംഭവങ്ങളായിട്ടിരിക്കുന്നതാണ്, ഇപ്പൊ വിശദീകരിക്കില്ല, ചെറിയ വിഷയം മാത്രം ചൊല്ലേ. ഉമറേ, യമനിൽ നിന്നിട്ട് യമനിലെ മുറാദ് ഗോത്രത്തിൽപ്പെട്ട് ഉവൈസ് ചൊല്ലുന്ന ഒരാള് ഹജ്ജിക്ക് ബേനായിട്ട് ഉംറത്തുക്ക് ബേനായിട്ട് വന്നെങ്കില് മദീനത്തുക്ക് വന്നെങ്കില് ആ ഉവൈസുൽ ഖറനിന്റെ കൈ പിടിച്ചിട്ട് നിങ്ങൾ ദുആറക്ക് ചൊല്ലണോ. ആര്? രണ്ടാമത്തെ ഖലീഫ സ്വഹാബിയായ ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ലാത്ത ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ദുആറക്ക് ചൊല്ലണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, നിങ്ങൾ ഉവൈസിനെ കൊണ്ട് ദുആറപ്പാട്ടണോ. എന്തേ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുടെ ബഹുമാന. സുബ്ഹാനല്ലാഹ്, ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുടെ ബഹുമാന. ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു വയസ്സായ ഉമ്മടെ നോക്കുകൊള്ള കാരണം കൊണ്ടോ മദീനത്ത് വന്നിട്ട് സ്വഹാബിയായില്ല. സ്വഹാബിയാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ഈമാനോടുകൂടി കാണണ്ടേ, കണ്ടെങ്കിലല്ലേ സ്വഹാബിയാവുടേത്. പക്ഷേ മദീനത്ത് വന്ന് നബി തങ്ങളെ കണ്ടില്ല. കാരണം എന്തേ? വയസ്സുള്ള ഉമ്മുണ്ടോ? ഉമ്മടെ പൊട്ടിട്ടു നാ പോണ്ടില്ല. എത്ര വലിയ നയിപ്പായെങ്കും നാ പോണ്ടില്ല. അത് ഹജ്ജായെങ്കും നാ പോണ്ടില്ല. അത് നബി തങ്ങളെ കണ്ടിട്ട് സ്വഹാബിയാവുടെ ചാൻസ് ഉണ്ടായെങ്കിൽ പോലും ഉമ്മടെ പൊട്ടിട്ടു നാ പോണ്ടില്ല. ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു തീർമാനാക്കിയിട്ട് പക്ഷെ മനസ്സ് കേക്കില്ല. ഒരു നാൾ ഉമ്മറൊട്ടുകു ചൊന്തു, യാ ഉമ്മ, നാന് മദീനത്ത് പോയിട്ട് അല്ലാഹുടെ റസൂലുടെ കണ്ടിട്ട് സ്വഹാബിയായിട്ട് വരട്ടാ. ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു കേട്ടപ്പോ ഉമ്മ ചൊന്തു, ആവട്ടെ മോനെ, നിന്റെ ആശ എങ്ങനെ ഉണ്ടായെങ്കിൽ പോയിട്ട് വാ. പക്ഷേ നിന്നൊട്ടുകു ചൊല്ലുള്ളത് മദീനത്ത് ഒരു ഗണ്ടര മേൽ നീ നിൽക്കുക തീരാ. ഒരു ഗണ്ട മാത്രമേ മദീനത്ത് നിൽക്കുക നിനക്ക് അവസരമില്ല. സുബ്ഹാനല്ലാഹ്, കഥ ചരിത്ര ചുരുക്കി ചൊന്നെങ്കിൽ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നിട്ട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെഞ്ഞായിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ആ ഉമ്മു സലമ ബീവിയുടെ ഔത്ത് വന്നിട്ട് കേട്ടിട്ട്, ഐന റസൂലുള്ളാഹ്, അല്ലാഹുടെ റസൂൽ എവിടെ? ഐന റസൂലില്ലാഹ്, അല്ലാഹുടെ റസൂൽ വടവുണ്ടോ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചൊന്തു, അല്ലാഹുടെ റസൂൽ മദീനത്തില്ല. അന്നഹു സാഫറ, നബി തങ്ങളെ യാത്ര പോയിട്. അപ്പ കേട്ടത്തി എപ്പ വരൂ നബി തങ്ങ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലോ, അല്ലാഹുടെ റസൂൽ വരുമ്പോ 2 നാളാവൂ. സുബ്ഹാനല്ലാഹ്, സഹാബി അവിടെ ചാൻസ് തപ്പി പോയിട്ട് 2 നാള് നബി തങ്ങളെ കാക്കുക സാധ്യയില്ല. ഒരു ഗണ്ട മാത്രം മദീനത്ത് നിൽക്കുക ഉമ്മര ഓർഡറില്ല. 2 നാള് നിൽക്കുക ഓർഡറില്ല. ആ സമയത്ത് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു വല്ലാത്ത വേദനയോട്, വല്ലാത്ത ടെൻഷനോട് അതേ തലയിൽ കൈവച്ചിട്ട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാടെ ഔത്ര ജാലല ദച്ച് പോയിട്ട്, പക്ഷേ നിക്കുക തീരില്ലല്ലേ. നേരെ യമനക്ക് പോയിട്ട് സ്വഹാബിയായില്ല. 2 നാള് വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ റൊട്ടു കേക്കരു, ഉമ്മു സലമ, ഈ റായത്തുകാരെങ്കിലും നണ്ട കേട്ടോ വന്നറാ. ആ സമയത്ത് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ കേക്കിടെ, അതേ നബിയേ, യമനിൽപ്പെട്ട ഒരാൾ നിങ്ങളെ കേട്ടോ വന്ന്. അതെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കേക്കിട്, കൈഫ അറഫ്ത യാ റസൂലല്ലാഹ്, തങ്ങെങ്ങനെ ഗൊന്തായ നബിയേ, ആ ആളിവിടെ വന്നത് നിങ്ങ എങ്ങനെ ഗൊന്തായോ? ഹബീബായ നബി തങ്ങൾ ചൊല്ലു, ഇന്നി ശമമതു റായിഹത്തൽ ജന്ന. ഓ ഉമ്മു സലമ, നിങ്ങൾ ഔത്രവുൽഗന വന്നപ്പോ നന്റെ മൂക്കു സ്വർഗത്തെ മണ അടിച്ചു പോയിട്ട്. മുസലമ നാണ് യാത്ര കഴിഞ്ഞൂടെ വരുമ്പത്തുകോ നക്കൂടെ സ്വർഗം മണത്തോ ഉണ്ടു. ഈ സ്വർഗം മണക്കൊണ്ടായെങ്കിൽ യമനിലെ ഉവൈസുൽ ഖറനി അല്ലാണ്ട് സാധ്യയില്ല. അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലാക്കിയിട്ട് ഉവൈസുൽ ഖറനി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, സ്വഹാബിയല്ല. ഒരു ഉമ്മടെ നോക്കുകയായിട്ട് ഉമ്മടെ പുറത്തില്ലാണ്ട് ഒരു ഗണ്ട നേരം മദീനത്ത് നിന്നില്ല. സ്വർഗം മണക്കിട മഹാനാണ്, താബിഈയാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഉമ്മ അവിടെ ബലിച്ചെറിഞ്ഞായിട്ട് കിടിയുണ്ട്. എല്ലാ ആൾമാരും കുറെ ആൾമാർ റായ വിട്ടു പോണ്ടത്, അങ്ങനെ വിട്ടിട്ടായിട്ട് രജിസ്റ്റർ മാരേജ് ആവുടത്, അങ്ങനെ വിട്ടിട്ടായിട്ട് മങ്ങില.
സുബ്ഹാനല്ലാഹ്. ഈ കുരുത്തക്കേട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ എടുക്കണ്ട മോനെ. ആ ഉമ്മാപ്പട പുറത്തില്ലാണ്ട് നീ ഇവിടെ വന്നിട്ട് തങ്ങളെ കൈമുത്തിയത് കൊണ്ടോ, തങ്ങളെ കയ്യില് നിന്റെ തുപ്പ് തന്നെയായിട്ട് തങ്ങളെ കൈ വാസനിക്കോണ്ടല്ലാട്ടോ നിക്ക് ബറക്കത്ത് കിട്ടാല കിട്ടോ. അതുകൊണ്ട് തങ്ങളെ കൈയുടെ കാണ, ആലിമുടെ കൈയുടെ കാണ ബറക്കത്തുള്ളൊരു കൈ നിന്റെ ഔത്തുലുണ്ടോ? അത് നിന്റെ ബാപ്പടെ കൈ, അത് നിന്റെ ഉമ്മയുടെ കൈ കേട്ടോ. നീ പുതിയ ബിസിനസ് തുടങ്ങുമ്പോ, നീ കോളേജ് ക്യാമ്പസ് പോകുമ്പോ, നിന്റെ ബിസിനസ് നീ പോകുമ്പോ ആ ഉമ്മയുടെ ബറക്കത്താക്കപ്പെട്ട കൈ പിടിച്ച് മുത്തിട്ട് പോയെങ്കൂ നിന്റെ കാര്യം വിജയിച്ചു പോയിട്ട് കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചൊന്നു വന്നത്, ഉമ്മമാരൊട്ടുക നല്ല രീതിയിലുള്ള പെരുമാറ്റം ഇല്ലെങ്കിൽ പിന്നെ ദുനിയാവിലോണുക ഒന്നും കിട്ടില്ല, ആഖിറത്തിൽ തീരെയില്ല. സഹോദരങ്ങളെ ഞാൻ ദീർഘിപ്പിക്കില്ല. ആ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പരിപൂർണമായി ഉമ്മപ്പട പൊറുത്തെടുത്ത മഹാൻ. അതുപോലെ തന്നെ സഹോദരങ്ങളെ നിന്റെ പല കളിപ്പാട്ട ഞങ്ങളെ സ്വഭാവം ഞങ്ങൾ നന്നാക്കണോ, ഞങ്ങളെ പെഞ്ഞായി മാറുട്ടുകോ, പെഞ്ഞായി മാറുട്ടുക നല്ല സ്വഭാവത്തിൽ പെരുമാറണോ. നീ കൊത്തുണ്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ആ റിഫായി ശൈഖ് റളിയല്ലാഹു ഔത്ത് കോർന്നാല് മുരീദന്മാരല്ല പോയാർ പോമ്പത്തുകോ പെഞ്ഞായി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എന്തോ ഒരു വിഷയത്തില് ചില തർക്കാക്കിയോണ്ടോ നക്ക് 400 ദിർഹം തരണോ ഇല്ലെങ്കിൽ പെഞ്ഞായിമാർ ചിലപ്പോ അങ്ങനെ പൈസ കേൾക്കുവാർ 1000 രൂപ നക്ക് തറൂ 500 തറൂ നിങ്ങൾ എവിടെ ഗന്ധികല്ല കൊടുക്കില്ലേ കയ്യിൽ കൊടുക്കണം. വലിയ ബർക്കത്തായിട്ടിക്കട് അതിനൊക്കെയാണ് ബർക്കത്തില്ല. പെഞ്ഞായിയുടെ കയ്യിൽ കൊടുക്കണു പൈസ, ഉമ്മയുടെ കയ്യിൽ കൊടുക്കണു, വലിയ ബർക്കത്തായിട്ടിക്കട്. സഹോദരങ്ങളെ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു പെടങ്ങണത് കണ്ടപ്പോ മുരീദന്മാര് കേട്ടാർ, അല്ല അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പെഞ്ഞായിരത്തിൽ ജോറാക്കിയിട്ട് പൊത്തുപാട്ട് കുതിയറില്ലേ? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു കേട്ടപ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നന്റെ പെഞ്ഞായിയല്ലേ നാണ് പൊത്തിട്ട് നിപ്പാട്ടണമായ ആവശ്യകതയില്ല. കാരണം നന്റെ പെഞ്ഞായി അവൾക്ക് നിർബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവളാക്കി തണ്ടാല് നക്ക് ചായ ചോറാക്കി തരണുണ്ട് നന്റെ പെഞ്ഞായിക്ക് നിർബന്ധമില്ല. നന്റെ ഡ്രസ്സ് കൽകി തരണോട്ട് അവൾക്ക് നിർബന്ധമില്ല. നന്റെ മക്കളെ നോക്കണോട്ട് അവൾക്ക് നിർബന്ധമില്ല. ആയെങ്കും അതെല്ലാം നക്കവളാക്കി തന്നോ ഇല്ലേ? അത് വലിയ ഹെൽപ്പല്ലേ നന്റെ പെഞ്ഞായി നക്ക് തണ്ടത്. അതുകൊണ്ട് ആ പെഞ്ഞായി റൊട്ടെന്തെങ്കിലും യാറക്കൊരടി ബന്ധെങ്കോ തിരിച്ചു ചൊല്ലകോ നാണില്ല. ഓ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് മജ്ലിസ് കണ്ട മുഅ്മിനീങ്ങളെ ആ റിഫായി ശൈഖിന്റെ സ്വഭാവ പെഞ്ഞായി റൊട്ട് ഈ രൂപത്തിലുണ്ടായെങ്കിൽ ഇപ്പൊ എല്ലാം മൊത്തം കള്ള തൊരീക്കത്തല്ലേ? പെഞ്ഞായി കൊണ്ടിട്ടില്ല അവള് വിട്ടുപോയിടല്ലേ, ഓണ് നയിക്കില്ലേ, ഓണ് കറച്ചു കൊടുക്കില്ലേ, പോയിടാറ് ഓണ് തൊരീക്കത്ര. റിഫായി ശൈഖ് തന്റെ പെഞ്ഞായി എന്നെ ആരെക്കൊണ്ട് വന്നെങ്കിൽ തൊന്തരയില്ല, നക്ക് ആക്കി തരണക്ക് നിർബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങള് എന്റെ പെഞ്ഞായി നക്കാക്കി തന്നോളാല്. അതുകൊണ്ട് ഞാൻ എല്ലാം പൊരുത്തപ്പെട്ട അതാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ആ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ മജ്ലിസിൽ വന്ന വറാലും ഖായിബാവാല്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് കണ്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ഭാഗ്യവന്തന്മാർ ചൊല്ലതിൽ സംശയമില്ല. ആ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആര് എന്ത് കേട്ടെങ്കിലും കൊടുക്കട മഹാൻ
ചണ്ട് മുട്ടുടെ മേൽ നിന്നിട്ട് വയസ്സിനാൽ മാറി നിൽക്കുക തീരാത്ത മുഅ്മിനീങ്ങളെ പോലെ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ വിളിക്കുമ്പോ കുഷ്ഠരോഗ പിടിച്ചിട്ട് ചീഞ്ഞു നാറിയ നായിട പോലെ ചികിത്സിച്ച മഹാൻ പാവപ്പെട്ട ഞങ്ങളെ കൈവിടാല കേട്ടോ. എത്ര പാവങ്ങളെയാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത്, എത്ര പാവങ്ങളെയാണ് സഹായിച്ചത്. ഹത്തൽ ലിസി കള്ളന്മാർക്ക് പോലും വേണ്ടിയത് കൊടുത്ത മഹാൻ. ഞങ്ങളെ കൂട്ടത്തിൽ ആരും കള്ളന്മാരില്ല, ഇല്ല, അല്ലാഹു സലാമത്താക്കട്ടെ. അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ സ്വഭാവം എന്താ? കള്ള കേട്ടം കൊടുക്കൂടെ, കള്ളക് കൊടുക്കൂടെ. പിന്നെ ഞങ്ങൾക്ക് തരല്ലേ, ഞങ്ങൾക്ക് തരല്ലേ, കള്ളക് പോലും കൊടുക്കട മഹാ. ആരെയും മനസ്സ് നമ്പലാക്കല്ലേ. അതാണ് ആൽമാർട്ടുക നല്ല സ്വഭാവത്തിൽ പെരുമാറുടെ അഹ്മദുൽ കബീർ റിഫായി. എത്രമാ ചരിത്രങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു സംഭവം ചെന്നിട്ട് ഞാൻ എന്റെ പ്ലക്കനി പാട്ട്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു നാൾ ഇശാര കഴിഞ്ഞിട്ട് മഹാനവറുകൾ ഔത്തുകമന്ത്. ആ ഔത്തുകമണ്ട സമയത്ത് ഔത്തര റൂമറൽ ഒരു ശബ്ദം ഇങ്ങനെ കേക്കിട്. സുബ്ഹാനല്ലാഹ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഔത്രൽ കൊണ്ട് നോക്കുമ്പോ ഒരു ബാലക്കാരുടെ കണ്ട്. നല്ല ബാലക്കാര. എങ്ങനത്തെ ബാലക്കാര? നയിക്കുക എന്തുമോണുക കൈക്കാലുക തൊന്തരയില്ല. നല്ല ബാലക്കാര. ആ ബാലക്കാരുടെ കണ്ടപ്പോ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവനൊട്ട് കേട്ടിട്ട് നീ എന്തേ ഇവിടെ വന്നേ? അവന് ബായി തുറക്കില്ല, എന്റെ വന്നേണ്ട് ചൊല്ലില്ല. അപ്പൊ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മനസ്സിലായി തോന്നൊരു കള്ളായിട്ടിക്കട് കക്കുക വന്നവനായിട്ടിക്കട്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ കല്ലട കൈപിടിച്ചിട്ട് ചൊന്തു മോനെ, നീ ഗോതി കക്കുക വന്നരല്ലേ? ഈ നീന് പത്തിയ റൂമിലോ പൊടിയാക്കാത്ത ഗോതിയുണ്ടോ? ഇത് കൊമ്പോയെങ്കിൽ നിക്ക് ഔത്തുല് കൊമ്പോയിട്ട് ആഹാരം ഉണ്ടാക്കുക കഷ്ടാവോ? ഇത് ബിത്തെങ്കിൽ നിക്ക് ആരെ പൈസ കിട്ടാല്. അതേ സമയത്ത് വഫീ ഖുർഫത്തിൻ ഖുറാ നന്റെ ഔത്തര അപ്പുറത്തെ റൂമിലോ അതേ ദഖീഖുൻ പൊടിയാക്കിയ ഗോതമ്പ ഉണ്ടോ? പൊടിയാക്കിയ ഗോതിയുണ്ടോ? കൂടെക്ക് വന്നെങ്കിൽ നിക്കുന്ന തണ്ട്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അപ്പുറത്തെ റൂമുക കല്ലട കൂട്ടിയോ പോയിട്ട് ഗോതി എങ്ങനെ കൊടുക്കുന്ന സമയത്ത് അഹ്മദുൽ കബീർ തങ്ങളെ കേട്ടിട്ട്, ഈ ഗോതിക്കുമ്പോ നിന്റെ കയ്യിൽ എന്തെങ്കിലും ബാഗ് ഉണ്ടാ? എന്തെങ്കിലും തൊട്ട പോലത്തെ വസ്തു നിന്റെ കയ്യിലുണ്ടാ? അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കേട്ടപ്പോ കല്ലട കയ്യിൽ നല്ല ഒരു ബാഗുണ്ടോ? അതില് ഗോതിര പൊടി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നൊറടിയാക്കി കൊടുത്തിട്ട് ചൊന്ത മോനെ, നീന് ഈ ജാവുകോ ഈ ഗോതിര പാക്ക് തലയിൽ വെച്ചിട്ട് പൊമ്പോ ആൽമാറ് നിന്നെ പിടിച്ചടിക്കുവാറ് നീ കള്ളാ വിചാരിച്ചിട്ട്. അതുകൊണ്ടോ നിന്റെ ഔത്രടുത്തോല നാണ് ബണ്ട്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കല്ലട പെരോത്തുല് പോയിട്ട് അവന്റെ ഔത്തുല് പോയിട്ട് തന്റെ തലട ഗോതിത്തിയിൽ വെച്ചിട്ട് അഹ്മദുൽ കബീർ റളിയല്ലാഹു അൻഹു മോനെ ഇഫ്വന്നി നക്ക് മാഫാക്കണോ മോനെ? എന്തിಗೆ മാഫാക്കണോ? നാണ് നീ ഔത്ര ഉൽഗ കക്കുക വന്നപ്പോ നാണ് പെട്ടെന്ന് സഡന്നായി ഔത്ര ഉൽഗ നോണ്ടപ്പോ ഇന്നി അഖഫ്തുക നിന്റെ നാടൊരു പേടിപ്പാട്ടിയെ പോലെ നീ പേടിച്ചില്ലേ? അല്ലാഹുടെ സൃഷ്ടിയിൽപ്പെട്ട ഒരാളെ പേടിപ്പാട്ടുക അധികാരമില്ല. അതുകൊണ്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുള്ളൂ നിന്റെ പേടിപ്പാട്ടിക്ക് നീ പൊന്നക്ക് പൊരുത്തപ്പെടണോ?
ആ സമയത്ത് ആ കള്ള സുബ്ഹാനല്ലാഹ് പിറ്റേന്ന് സുബഹിയായപ്പോ ഇന്നലെ ചാവുക കക്കുക പോയ അക തേടിയോണ്ട് പോയപ്പോൾ അവിടെ കണ്ടത് അവിടെ നോക്കുമ്പോഴത്തേക്ക് അത് ആര അക അത് മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുടെ അകല്ലേ. ആ സമയത്ത് അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു തആല അൻഹുടെ ആ അകാണ്ട് കുത്തായപ്പോ ആ ഔത്രഉൽഗ പോയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ കൈപിടിച്ചിട്ട് വഅഖദൽ അഹ്ദാ അലാ യദൈ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ കൈപിടിച്ചിട്ട് ആ കള്ള ചൊല്ലു അഹ്മദുൽ കബീർ തങ്ങളെ പൊരുത്തപ്പെടണേ, നാണ് രാജിവെച്ച നാളെ മുതൽക്ക് നാ കക്കുക പോണ്ടില്ല, നിങ്ങളെ ദർസിൽ തന്റെ സെർവാട്ടൊറോ. ആ ചെറുപ്പക്കാരനായ കള്ള ഉണ്ടല്ലേ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങള് ദർസിൽ കൂടിയപ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ ചൊല്ലാറ് വസാറ മിനസ്സുലഹാ ഇറാഖിലെ ഉമ്മു അബീദത്തുൽ സാലിഹീങ്ങളായ ഔലിയാക്കളിൽ ആ ബാലക്കാര പെട്ടുപോയിട്ട്. ഇതാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങള്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൗത്തുക കക്കുക വന്ന കല്ലറൊട്ടുക വെറുപ്പില്ല, ഔത്തുക കക്കുക വന്ന കല്ലറൊട്ടുക അർസയില്ല. അവനും രക്ഷപ്പെടണോ, അവന്റെ ആവശ്യ തീരണോ. ഇത് അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ സ്വഭാവമായിട്ടായെങ്കിൽ സബറബയിലെ വാദി ഇർഫാൻ ചൊല്ല ഒരു അഹ്ലുൽ ബൈത്ത് നേതൃത്വം കൊടുക്കണ ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കണേ മഹത്തായ സ്ഥാപനത്തുകൾ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ തേടിയിട്ട് കൂടെ ബന്നെങ്ക കേട്ടത് തറാണ്ട് കടത്തുവാ കള്ളക പോലോ കേട്ടത് കൊടുത്ത മഹാനല്ലേ, കള്ളറൊട്ടുക മാപ്പ് കേട്ട മഹാനല്ലേ, കേട്ടത് തറാതിക്കാല്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങള്, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാന്റെ നിങ്ങൾ കൈപിടിച്ചെങ്കിൽ ആ മജ്ലിസിൽ വന്ന് വെച്ചെങ്കിൽ അല്ലാഹു നിങ്ങളെ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തറാണ്ടിക്കാല് ഞങ്ങൾക്ക് ബേന്മായത് അല്ലാഹു തറാണ്ടിക്കാല്. ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു മഹത്വം ഉണ്ടല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ മജ്ലിസ് ഇത് കൈവിടണ്ട. അല്ലാഹു നിങ്ങൾക്ക് തന്നൊരു നല്ല അവസരം, ഇത് വിട്ടുപോകണ്ട. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുടെ ഈ മജ്ലിസ് ദായിമയായി നിത്യമായി ഞങ്ങൾ കൊണ്ടു നടക്കും. ഞങ്ങൾക്ക് എന്ത് ഉദ്ദേശമെങ്കിലും ഇൻഷാ അല്ലാഹ് മഹാനവറുകൾ തരും. ഇങ്ങനെ മഹാനായ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനിപ്പോ അധികം പോണ്ടില്ല സഹോദരന്മാരെ, പോയെങ്കിൽ ടൈം മയ്യാവാൻ. നല്ല സൽസ്വഭാവമുള്ള മഹാൻ. ഒരു നാൾ ഒരാൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഫുഡ് കഴിക്കുക പറഞ്ഞു. ഔത്രഉൽഗ വന്നപ്പോൾ പോറുജു തണ്ടല റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു വാപ്പസ് ജന്നാമനെ വിളിച്ചു ബർ തണ്ടേ ബണ്ടൻ തണ്ടേണ് ചെന്നിട്ട് ഔത്രഉൽഗ വന്നപ്പോ ചന്തു ഇല്ല തണ്ടില്ല വാപ്പസ് പോറു. റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു വാപ്പസ് പോയി. മൂന്നാമനെ വിളിച്ചിട്ട് വിളിച്ചപ്പോൾ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു വീണ്ടും നങ്ങമ ഔത്രഉൽഗ വന്നിട്ട് പോണ്ട് ചൊല്ലണ്ട, കൈകൾക്ക് തണ്ണി തന്നില്ലെങ്കിൽ ഔത്തു പോണ്ടേമ്മ. അവന്റെ ഒരു സ്വഭാവം അവൻ സ്വീകരിച്ചാണ്. അവൻ ഉൽഗ ദൈപ്പാട്ടിയാണ്, അവൻ ദൈക്കവും ചെന്നാണ്. സുബ്ഹാനല്ലാഹ്. അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ വട്ടം വിളിച്ചപ്പോൾ വന്നപ്പോ ആ മനുഷ്യ ഭക്ഷണം കൊടുത്തൊരു ചൊന്തു. മഹാനവറുകളെ, മാ
റഅയ്തു അഹദൻ മിസ്ലക, നിങ്ങളെപ്പോലെ ഔലിയാക്കളിൽ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇതെന്തൊരു സ്വഭാവ. അപ്പൊ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചെന്ന ഉത്തരം എന്തൊരു ഗുത്തുണ്ടാ? അല്ല മനുഷ്യ, ലാ ഖൈറ ഫീ, ഇതിൽ ഒരു ഖൈറും ഇല്ല. ഹദാ ഖുലുഖുൽ കൽബി, ഇത് നായിയുടെ സ്വഭാവമായിട്ട്. നായിക്ക് പോലും ഈ സ്വഭാവം ഉണ്ടോ? നക്കുള്ളതിൽ ഇത് അത്ഭുതമില്ല. നായി അങ്ങനല്ലേ സഹോദരന്മാരെ? ഹസൻ ബസറി റളിയല്ലാഹു അൻഹു നായികളുള്ള ഔലിയാക്കളെ മഹാന്മാരെ 10 സ്വഭാവം അതിപ്പോ നാണ് വിശദീകരിക്കില്ല. അതിലൊരു സ്വഭാവം അതായിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് അതിനെ ഓടുപാട്ടി പാടെ വിളിച്ച അപ്പൊ ഉണ്ട്. അതുകൊണ്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നാക്കാട്ടിയതിൽ വലിയ അത്ഭുതം എന്തില്ല. ഇത് നായി പോലും കാട്ടുന്ന സ്വഭാവമായിട്ട്. സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ മനസ്സിലുള്ള വിനയം, ഞങ്ങളെ മനസ്സിലുള്ള താഴ്മ, ആ മഹാന്മാരെ അല്ലേ സഹോദരന്മാരെ ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങ് അല്ലാഹുവിന്റെ മുട്ട വലിയ പദവിയെത്തിയ മഹാന്മാർ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുയുടെ മജ്ലിസ് നക്ക മുട്ടമാതായിരണ്ടായി ദർശനം ഇല്ലണ്ടായി നാണ് എപ്പോഴും പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷായിട്ട്. അൽഹംദുലില്ലാഹ്. നല്ല ബൈത്തുകളും നല്ല അഹ്ലു ബൈത്ത്, നല്ല മുഅ്മിനീങ്ങൾ മുതഅല്ലിമീങ്ങൾ എല്ലാം ഉള്ള നല്ലൊരു മജ്ലിസ്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ.